ജോണി പോയിക്കോളൂ. താങ്ക്സ്. ഗുഡ് നൈറ്റ് ശേഖർ. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ. എന്താ സാറേ? ഒരു ഓട്ടോ ഉണ്ടല്ലോ ആശാനെ. എങ്ങോട്ടാ സാർ? ലോങ്ങാ, ഊട്ടി വരെ പോണം. ലോങ് ഓട്ടോ ഒന്നും പറ്റില്ല സാർ. ഇവിടെ അടുത്ത് എവിടെയാണെങ്കിൽ സാർ കയറിക്കോ. എന്താ കൃഷ്ണൻകുട്ടി? ഊട്ടിക്ക് പോകുന്നു. ഇപ്പൊ തന്നെ തിരിക്കണം. ആരാ വരുന്നേ? ആരും മരുന്ന് കോളില്ല സാർ. അതെന്താ? സാർ പത്രമൊന്നും കാണാറില്ലേ? പഴയതുപോലെ ഇപ്പൊ വിശ്വസിച്ച് രാത്രിയിലൊന്ന് ലോങ് ട്രിപ്പ് പോയിക്കൂടാ? എപ്പോഴാ മുളക് പൊടിയും തോർത്തുകൊണ്ട് വരികയെന്നറിയില്ല. ഓടിയില്ലെങ്കിൽ ഓടിയില്ലെന്നല്ലേ ഉള്ളൂ. ഏതെങ്കിലും കൊക്കയിൽ വീണ് ചത്ത കുടുംബത്തിന് പോയില്ലേ സാറേ? കഴിഞ്ഞ മാസം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതാ ഡ്രൈവർമാർക്കൊക്കെ അതെ ഇല്ല കിടക്കണ സാധന നീ എടുത്തേ. അവൻ ആളൊരു കുപ്പിക്കണ്ടാന്നാ പറയുന്നത്. എന്തോട്ട തേക്കെങ്കിലും ആവട്ടാ. നീ പോയ കാറെടുത്തേ. എന്താ നിനക്ക് ധൈര്യല്ലേ? പോയത് ചവി അവിടുന്ന്. നിങ്ങളെല്ലാവരും വാനിലോ ഓഫീസിലോട്ട് വന്നോട്ടാ. ഇതുവൻ തുറന്നിട്ട് പോയിരിക്കെ. ഡ്യൂപ്ലിക്കേറ്റ് ഇടയിലുള്ള കാര്യം മറന്നുണ്ടാവും. ചാക്കോച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചത് ആരാ നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ ഇരിക്കുന്നെന്ന്. എന്റെ അച്ചായ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരില്ലായിരുന്നു. ഇതിപ്പോ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? നമ്മൾ തമ്മിൽ എന്തോ ഉടക്കൊണ്ടെന്ന്. ഒരു വീഡിയോ. എടാ ശിവ, എനിക്ക് നിന്റെ ആളെ മറ്റേതാക്കണ വർത്താനം നീ കേൾക്കണ്ട. നീ മര്യാദയ്ക്ക് വണ്ടിയുടെ മുമ്പിൽ നിന്നാ മാറിയേ. നാളെ ഓഫീസിൽ വെച്ച് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. വണ്ടി ഇപ്പൊ ഞാൻ കൊണ്ടുപോകും. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. വണ്ടി കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ചാക്കോച്ചെന്ന് വന്നേ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ഒരു സ്വകാര്യം പറയണ്ട. ഇഷ്ടേ ശിവനല്ലേ വിളിക്കുന്ന? വാ മോനെ, ഇപ്പൊ പോടാ. ഞാനൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. അപ്പൊ താൻ വണ്ടി കൊണ്ടുപോകാൻ തന്നെ വന്നതാണല്ലേ? അതെ അതെ. 4 മാസത്തെ അടവാണ് തെറ്റിയിട്ടുള്ളത്. മര്യാദയ്ക്ക് തന്നെ കാശ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലേ? ഇടോ, അതിന് എന്റെ വേണ്ടേ? ഒരു ഓട്ടം കിട്ടിയിട്ട് ദിവസം എത്രയെന്ന് എനിക്കറിയോ? ഒരു 2 ആഴ്ച കൊടുന്ന് കാക്ക്. ഒരു വഴിക്ക് കാശ് വരാനുണ്ട്. വേണ്ട ശിവ, ഞാൻ ഇതുപോലെ ഒരുപാട് കാത്തറിലാണ്. താൻ ആളെ വിട്ടേ. താൻ വണ്ടി കൊണ്ടുപോയിക്കോ, ഞാൻ തടയുന്നില്ല. പിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു തുള്ളി അടിക്കാൻ കാശില്ല. നാളത്തെ സ്ഥിതി അതാവൂല. കിഡ്നി വിറ്റെങ്കിലും കിട്ടുന്ന കാശ് കൊണ്ടൊരു കീറിയിട്ട് ഞാനൊരു വരവ് വരും തൻ്റെ വീട്ടിലേക്ക്. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. തന്നാണ് സത്യം. ഉടക്കി എന്നെ പോലെ പരനാറി ഈ ലോകത്തില്ലെന്നുള്ളവരെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ പോലീസിൽ പറയും. പിന്നെ പോലീസുകാർ തൻ്റെ കൂടെ എസ്കോട്ട് വരാനിരിക്കല്ലേ? എവിടെയെങ്കിലും ഇട്ട് തന്നെ ഞാൻ ചാമ്പും. അതുറപ്പാ. താൻ സംശയിക്കണ്ട. ഞാനിപ്പോ എന്തോട്ടാ ചെയ്യണ്ടേ? എന്റെ കാശ് വേണ്ടെന്ന് വെക്കണോ? അത് വേണ്ട. പിന്നെ താനിപ്പോ തൽക്കാലം പിള്ളേരെ വിളിച്ചോണ്ട് പോകും. കാശ് അധികം വൈകാതെ എത്തിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കാം. ചെല്ലടോ. അപ്പൊ ചാക്കോച്ച പറഞ്ഞ പോലെ ശുഭരാത്രി. ഹലോ. ഹലോ. ഊട്ടിക്കൊരു ട്രിപ്പ് ഉണ്ട്, വരുന്നോ? ഊട്ടിയോ? ഏത് നരകത്തിലേക്കാളും പരമാശയ റെഡി. ഇപ്പൊ തന്നെ തിരിക്കണം. പിന്നെന്താ? മാഷൊറ്റേക്കുള്ളൂ? അല്ല, 3-4 പേര് കൂടെ ഉണ്ട്. പോകുന്ന വഴി പിക്കപ്പ് ചെയ്യാം. അതിനെന്താ? റെഡി. പിന്നെ പെട്രോൾ പമ്പ് വരെ എത്താനേ കാണുള്ളൂ. രാത്രി ആയതുകൊണ്ട് ഇത്തിരി പെട്രോൾ എനിക്ക് പഠിക്കണം. 2 പ്രശ്നം പരിഹരിക്കാം. ചിലപ്പോൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. 2 ദിവസമല്ല, 2 മാസം താമസിക്കാം സാറേ. ഊട്ടിയല്ലേ സാറ് കയറ്. ശേഖർ, തിരിച്ചു വരുമ്പോ ഞാൻ ഡോളിയും കാണില്ല. ഞങ്ങൾ അവിടുന്ന് മൈസൂർക്ക് പോകും. അല്ലടി? പ്ലീസ് ദിലീപ്. ഏയ്, മീനെന്തൊന്നും മിണ്ടാത്ത ഉറങ്ങുക. ഞാനിങ്ങനെ ആശാന ഡിസ്പാൻഡ് ആണല്ലേ? എന്താ? അല്ല, ചുറ്റിക്കളിയാണല്ലോ. ഏയ്, നമ്മുടെ ഫ്രണ്ട്സാ. അതെ അതെ.
ആ ശിവൻ, അവിടെ സൈഡിൽ ഡ്രൈവേഴ്സിനുള്ള ബാത്റൂം ഉണ്ട്. നമ്മളെന്തായാലും നാളെ തിരിക്കൂ. ഇന്ന് മുഴുവൻ നിങ്ങൾ ഫ്രീ ആണ്. ഇവിടെ വല്ല ആവശ്യം പറ്റില്ല സർ. ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടിയും കൊണ്ട് വരും. ശിവനൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നോളൂ. ഇത് വച്ചോളൂ. അപ്പൊ ഞാനും ചുറ്റിട്ട് വരാം. ഊട്ടിയിൽ ആദ്യമായിട്ടാ. സർ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കാൻ ഐ ഹെൽപ്പ് യു? നോ താങ്ക് യു. ഈ ദരിദ്രവാസികളെ ഒന്ന് സ്റ്റാൻഡിൽ കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലല്ലോ. നാജി ഇങ്ങേ സ്മാൾ കിടക്കാൻ എങ്ക പോങ്കെ. വേണ്ട ഏട്ടാ, വിഷമിക്കണ്ട. മലയാളത്തിലിങ്ങ് പോരട്ടെ. പക്ഷെ നമ്മളെ കണ്ടാ മലയാളം തോന്നില്ല കേട്ടോ. എന്തോ ഒരു ഐശ്വര്യക്കേടുണ്ട്. എവിടെ കിട്ടും? ലാർജ് സ്കെയിലോ സ്മോൾ സ്കെയിലോ? ചെറുകിട പ്രസ്ഥാനം മതി. നാടൻ സ്വദേശി. എന്താ വകുപ്പുണ്ടോ? എന്നാ ചേട്ടൻ വാ, മാർക്കറ്റിനകത്ത് നമ്മുടെ അറുമുഖം ഉണ്ടോന്ന് നോക്കാം. എന്തായി കാണിക്കുന്നേ? എല്ലാം ഞാൻ പറമ്പിക്കോടി. നിന്റെ കച്ചവടം ഇന്ന് ഞാൻ നിർത്തും. ഒരു 10 രൂപ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? തരില്ല തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചാരം കുടിക്കാൻ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. കേൾക്കണോടി, ഞാനിത് കേൾക്കണം. സ്വന്തം മോന്റെ രക്തത്തിൽ പറഞ്ഞവളല്ലേന്ന് കരുതിയാ നിന്റെ മുമ്പിൽ പിച്ച തന്നത്. അല്ലാതെ പിച്ചക്കാശ് വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഗുണം പിടിക്കില്ലടി, നീ ഗുണം പിടിക്കില്ല. ഞാനിത് ഒരുപാട് കേട്ടതാ. മുത്തിയമ്മ പോ. അയ്യോ എന്റെ കോഴികള്. കോഴി വാ, 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 വാ. കോഴി വാ, വാ, വാ. വാ, ദാ. കോഴി വാ, 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 വാ. ആ താൻ എന്താ വേണം? മുഖത്ത് കണ്ടില്ലേ? ഉണക്കണില്ല എനിക്ക് നല്ലൊരു കല്യാണം പാത്രത്തുക കോഴി കോഴി അച്ഛൻ പൊടി പറഞ്ഞു. ദേ, ആ, ലക്ഷ്മി നമ്മുടെ പാർട്ടിയാ. നമ്മുടെ പാർട്ടി ഒരു വന്നോളൂ. കോഴി കോഴി രാജനെ. അല്ല പിന്നെ അവള് മുഖത്ത് കോഴി കോഴി എന്ന് വിളിക്കുന്നതിനാ? ആളെക്കളിയൊക്കെ കഴിവറോള്. ഏയ് കാപ്പി 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 കാപ്പി. എന്നൊക്കെ രാജപ്പ താഴെ കോളൊന്നും കിടക്കില്ല. യാത് സാറ് നമ്മുടെ നാട്ടുകാരനാ. നീ ഒരു ഗ്ലൂക്കോസ് ഒഴി. ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസ് എന്ന് சொன்னா இதுதான். காப்பி கச்சோட ஒரு மரதானே. கட்டிச்ச ஒரு கிளாஸ் தான் இருக்கு. ஏன்னா இப்ப ரொம்ப குளிருங்க, அதனால டிமாண்ட். ஐயோ ஐயோ, அது சாருக்கு உடம்பு உனக்கு வேறு தர்றேன். കട്ടിച്ച് ഒരു ഗ്ലാസേ കാണുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടല്ല. എവിടുന്ന് വന്നീ പണ്ടാരോ? പണ്ടാരം ചത്തുപോയ നിന്റെ തള്ളയാ. അയ്യോ സരക്കും തീർന്നു പോച്ചേ. ഏ കളവി അന്ത ഗ്ലാസ് കൊടുമ. സാധനോടെ അടുത്തിരിപ്പുണ്ട്. സാറ് വരുമെങ്കിൽ ഇവിടെ. இங்க பக்கம் தான் நம்ம காலனி. வீட்டுல நிறைய சரக்கு இருக்கு, கவலைப்பட வேண்டாம். வாங்கோ வாங்கோ. வாங்க சார். இப்போ குப்பி வெளியில் எடுக்க கூடாது, பழைய மாதிரி இல்ல. ஏன்னா போலீஸ்காரர் வந்து தூக்கி போயிடும். என் வீட்டில் கூப்பிட்டு யாருக்கும் இதுவரை சாராயம் கொடுத்ததில்ல. நீங்கள் நம்ம நாட்டுக்காரனல்ல, அதனால ஸ்பெஷல். எங்கடி உங்க அம்மா? கூப்பிடுறீ இதெல்லாம் என் குழந்தைங்க. எனக்கும் என் பொண்டாட்டிக்கும் இந்த விஷயத்துல மட்டும் கடவுள் ரொம்ப குறைத்து வச்சிருக்கு. குறைச்சி கிட்ட கிடந்தா மதி, அப்போ ஒரு சீங்கன்னு ரிலீஸ் ஆயிடும். ഇവിടെ മലയാളികളാ കൂടുതൽ.
ഈ കോളനിയിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. என் அച്ഛൻ மலையாளிയാണ്. അവർക്ക് എന്റെ കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കില്ല. അതിനാൽ ഇങ്ങ വന്നോ. എടി നീ പോയി 2 കുപ്പി സാറ എടുത്തിട്ട് വാ. இந்த സാർക്ക് இந்த സാറ് നമ്മ നാട്ടുകാരനാണെടി. ആരായാലും കൊള്ളാം, കടം കൊടുക്കാൻ പറ്റത്തില്ല, കാശിന് തരാൻ പറ. അയ്യയ്യയ്യേ, അവൾ അപ്പടിതാ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പം പാവം പെണ്ണ്, ആ കാലമാട് എന്തെങ്കിലും പിടിച്ചോണ്ട് പോയതാ. ഏവൻ പുഴുത്തെ ചാവൂ. ഇനി ഇതൊരു ബിസിനസ് ആക്കണ്ട. ഞാൻ വരുമ്പോഴെല്ലാം പെണ്ണോടെ കാണണം, മനസ്സിലായോ? അവളോട് മോകരുന്ന് പറയണു. ഞാൻ തുടങ്ങി വെച്ചല്ല ഐശ്വര്യം ആടൂ. എന്താടാ ഈ സമയത്ത് നീ ഇവിടെ? മാർക്കറ്റിൽ 10 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന സമയമല്ലേ? இந்த சாருக்கு ஒரு பாட்டில் வேணும்னு சொன்னாங்க, அதான். யார் அவ? இது நம்ம நாட்டில் இருந்து வந்த ஆளு. அது சரி, கையில இருக்கிற காசு எடு. ஓ, கொர்றாடு. எடுத்துக்கண்ண, எடுத்துக்கோ. ആ കുതിരപ്പുറത്ത് വന്നാരാ? அந்த ரெங்கண்ணனோட ரைட் ஹேண்ட் சந்துரு. ഏതാ ഈ രംഗൻ? അയ്യോ പതുക്കെ, ആരെങ്കിലും കേട്ടാ മതി. டேய், எதுக்கடா பயப்படுற? கொஞ்சம் வயிற்றுக்குள்ள போகும்போதாவது சத்தமா பேசக்கூடாதா? சார், அவன் இந்த லக்காச்சியிലെ കിങ്. ഓ, അപ്പൊ വലിയ വിഷയം. പിന്നെ ചെറുവിരൽ ഉയർത്തിലൊരുത്തനും. അതാ കുഴപ്പം. ചെറുവിരലല്ല ഉയർത്തേണ്ടത്, കാല. എന്നിട്ട് മുഖം വരെ പൊക്കണം. ആ, എന്റെ പെങ്ങളാ സാറേ. മീൻകറിയാണോ മോളെ? സാർ ഇതൊന്ന് തൊട്ടുകൂട്ടി നോക്കണം. എന്നിട്ട് ആ സുൽത്താന്റെ കാര്യം പറ. എന്താ അവന്റെ പേര്? ചെങ്കയ്യണ്ണൻ. അവനൊന്ന് കാണാൻ എന്താ വഴി? വേണ്ട സാറേ, അയാളെ ഒരിക്കലും കാണരുതെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ചട്ടമ്പികൾ എനിക്ക് ഇഷ്ടാടോ, അതുകൊണ്ടാ. അവൻ പൊറിക്ക് സാർ, പിശാച്, സതി. അവനെ കാലി നക്കിനാത്താ ഇങ്ങ വാഴ മുടിയും. വേറെ വഴിയില്ലാമ നാങ്ക ഇപ്പിടി പண்றோம். എടോ അറുമുഖം സാർ, തനിക്ക് ഇവനുമൊക്കെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, ശിവൻ മരിക്കും. തനിക്കതറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. അതാ ശിവന്റെ ക്യാരക്ടർ. എന്താടാ? കുടിക്കാൻ വെള്ളം കൊണ്ടുപോയ പാത്ര പൊയ്ക്കോടാ. രംഗൻ തല്ലാൻ ഉയർത്തിയ കൈ പിടിച്ചത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെക്കന്റെ അച്ഛൻ പളനി. കുതിരയ്ക്ക് ലാടം തറയ്ക്കുന്ന പണിയായിരുന്നു. ஆனா ரெங்கம் பகை தீர்த்துட்டேன். அவன் பொண்டாட்டியையும் அவனையும் வீட்டுக்குள்ள போட்டு கொளுத்திட்டேன் சார். இப்ப இந்த பையனுக்கு யாருமே இல்லை, அனாத. அந்த கொல்லப்பட்டறையில வேலை செஞ்சு போய்க்கிறேன். എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല അല്ലേ? കാണാൻ എന്തെല്ലാം നല്ല കാഴ്ചകളുണ്ട് സാറേ ഇവിടെ. അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കളയാം അല്ലേ സാറേ? കറക്കം ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണമാ. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ടിൽ ശിവന് താല്പര്യമില്ല. രംഗണ്ണം വന്നില്ലേ? இல்ல சார், அவர் அங்க இருந்து தான் ஆகணும். சின்ன பிரச்சனை இருக்கு. എന്ത് പറ്റി? உங்களுக்கு ஒன்றும் இல்லை சார், உடனே புறப்பட சொன்னாங்க. ആര്? രംഗണ്ണ? ஆமாம் சார், எடுக்கட்டுமா? എടുത്തു. നീ പോയി ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യും. ഞാൻ ഈ കക്ഷിന്ന് പൊക്കട്ടെ. ഹലോ ആശാനെ, ഒന്ന് എഴുന്നേറ്റേ. ഹലോ. ഒന്ന് പോടാ, ഉറങ്ങാനും സമ്മതിക്കില്ല. ആശാനെ, ഇത് ഞാനാ. നമുക്കിപ്പോ പോണം. ഒന്ന് എഴുന്നേൽക്കുന്നേ. ആ, പോവാം, കാലത്ത് പോവാം. ഹലോ. എന്താ മാഷേ? നമുക്കിപ്പോ തന്നെ പോണം. ഈ പാതിരാക്ക് പോണോ? നേരം എടുത്തിട്ട് പോയാ പോരെ? അല്ല, കാര്യമുണ്ട്. ഒന്ന് എഴുന്നേറ്റേ. ഷേ, എന്തൊരു പുലിവാലാണ്. ഇതാണ് ഈ തൊഴിലിനുള്ള കുഴപ്പം. നമ്മുടെ ഊണും ഉറക്കമൊക്കെ തീരുമാനിക്കുന്ന വേറെ ചില ആളുകളാണ്. ഈ കണക്കിന് പോയാൽ ശരിയാവില്ല. എന്താ സുഖവാസം പെട്ടെന്ന് മതിയാക്കിയത്? ചില പ്രശ്നങ്ങൾ വന്ന് ചാടുന്നത് അപ്രതീക്ഷിതമായിട്ടല്ലേ? അത് കറക്റ്റ്. ശേഖർ, പുറകെ പോലീസ്.
ഒന്ന് സ്പീഡ് കൂട്ടിക്കോ. അതെങ്ങനാ മാഷേ? മുന്നോട്ട് കാണണ്ടേ? മഞ്ഞ് കണ്ടില്ലേ? നിങ്ങളൊന്ന് ചവിട്ടി വിടുന്ന്, പുറകിൽ പോലീസുണ്ട്. അതിനെന്താ, പോലീസുകാരെ വരട്ടെ, പ്രശ്നമൊന്നുമില്ല. ഉണ്ട്. ഓ, ഡിസ്പാൻഡീസ് കൂടെ ഉള്ളതാണോ? ഓടുന്ന കാർ റെഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സാറേ. വിടറോ, ഇല്ലെങ്കിൽ തലയാൻ തെറിപ്പിക്കും. ഇത് ശരിയല്ല കേട്ടോ. സകല നടികൾ ഇറങ്ങിക്കോ. ഇനി നിന്നെ കൊണ്ടുവന്ന പ്രശ്നമില്ല. ഇറങ്ങല്ല.